ഓപ്പറേഷൻ സിന്ധൂരിനിടെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്, പ്രത്യേകിച്ച് ആകാശ് മിസൈലുകൾ, പിന്നെ റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനം. ഇതോടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ QRSAM ഈ സംവിധാനങ്ങൾ ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വാങ്ങാനായിട്ട് പ്രതിരോധ മന്ത്രാലയം വീണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. 1-2 കോടിയല്ല, 30,000 കോടി രൂപയുടെ QRSAM മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാനാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. ഇന്ത്യൻ കരസേനയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന DRDO വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ അതിർത്തി കടന്നെത്താൻ ശ്രമിക്കുന്ന ശത്രു വിമാനങ്ങളെ, ഡ്രോണുകളെ, ഹെലികോപ്റ്ററുകളെ, മിസൈലുകളെ ഒക്കെ 30 കിലോമീറ്ററിനുള്ളിൽ വെച്ച് കണ്ടെത്തി തകർക്കുന്ന ശേഷിയുള്ളതാണ്. QRSAM സംവിധാനത്തിൻ്റെ 3 റെജിമെൻറ്റുകൾ വാങ്ങുന്നതിനായിട്ട് 30,000 കോടി രൂപയുടെ നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം പുനഃപരിശോധിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ മാസം അവസാനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇവ വാങ്ങുന്നതിന് പ്രാരംഭ അനുമതി നൽകും എന്ന് തന്നെയാണ് കരസേനയുടെ പ്രതീക്ഷ. ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തുർക്കി ഡ്രോണുകളും ചൈനീസ് മിസൈലുകളുമൊക്കെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖല വിജയകരമായി തടുത്തു നിർത്തിയ പശ്ചാത്തലത്തിലാണ് എയർ ഡിഫൻസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നീക്കം നടത്തുന്നത്. DRDO വികസിപ്പിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരീക്ഷിച്ച് വിജയിച്ച QRSAM രാവും പകലും ഏത് സാഹചര്യങ്ങളിലും പ്രവർത്തന സജ്ജമാണെന്ന് പലകുറി തെളിയിക്കപ്പെട്ടതാണ്. ഭാരത് ഇലക്ട്രോണിക്സും ഭാരത് ഡൈനാമിക്സും ചേർന്നാകും ഇന്ത്യയിൽ ഈ QRSAM മിസൈൽ സംവിധാനം നിർമ്മിക്കുക. QRSAM സിസ്റ്റങ്ങൾക്ക് യാത്ര ചെയ്യവേ തന്നെ ട്രാക്കിംഗ് ശേഷി ഉപയോഗിച്ച് പ്രവർത്തിക്കാനും ശത്രു ലക്ഷ്യങ്ങളെ കണ്ടെത്താനും മിസൈൽ ഉതിർക്കാനും ഒക്കെ ശേഷിയുണ്ട്. യുദ്ധകളത്തിൽ വ്യോമപ്രയോഗം തീർക്കുന്നതിനും ടാങ്കുകൾക്കും കാലാൾപ്പട യുദ്ധവാഹനങ്ങൾക്കുമൊക്കെ ഒപ്പം സഞ്ചരിച്ച് അവയ്ക്ക് സംരക്ഷണം നൽകുന്നതിനുമൊക്കെ തരത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ QRSAM സിസ്റ്റങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളാണവ. ഓപ്പറേഷൻ സിന്ധൂരിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും 1-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്ത ആർമി എയർ ഡിഫൻസ് വിഭാഗത്തിന് 11 റെജിമെൻറ്റ് QRSAM സിസ്റ്റം ഇപ്പോൾ ആവശ്യമാണെന്നാണ് കണ്ടെത്തൽ. തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈൽ നിലവിൽ എയർ ഡിഫൻസ് സംവിധാനത്തിന് ഉപയോഗപ്രദമായി പോകുന്നുണ്ട്. നിലവിൽ ആകാശ് മിസൈൽ പ്രതിരോധ സിസ്റ്റത്തിന് 25 കിലോമീറ്ററാണ് ഇൻ്റർസെപ്ഷൻ പരിധി. QRSAMകൾക്ക് 30 കിലോമീറ്റർ. QRSAMകൾ ഇന്ത്യൻ ആർമിയുമായി ഒത്തുചേർക്കുന്നതിലൂടെ സൈന്യത്തിൻ്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും നിലവിലുള്ള മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്കിനെ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ എയർ ഡിഫൻസ് പ്രതിരോധ ആയുധ ശേഖരത്തിൽ 380 കിലോമീറ്റർ വരെ പ്രതിരോധ ശേഷിയുള്ള റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് മിസൈലുകൾ, ഇസ്രയേലുമായി സേരിച്ച് വികസിപ്പിച്ചെടുത്ത 70 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബരാക് 8 മീഡിയം റേഞ്ച് മിസൈലുകൾ, റഷ്യൻ നിർമ്മിത ഇഗ്ല ഷോൾഡർ ഫയർ മിസൈലുകൾ, അതിന് 6 കിലോമീറ്റർ വരെ അകലത്തിൽ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനാകും. ഇതോടൊപ്പം നവീകരിച്ച L-70 ആൻറ്റി എയർക്രാഫ്റ്റ് തോക്കുകൾ 3.5 കിലോമീറ്റർ ദൂരത്ത് നിന്നുകൊണ്ട് യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാം. പിന്നെ ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ ഡിറ്റക്ഷൻ, ഇൻ്റർ ഡിറ്റക്ഷൻ സിസ്റ്റങ്ങൾ, ഇതിന് 15 മുതൽ 12 വരെ കിലോമീറ്റർ പരിധി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്രയും ശക്തമായ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് QRSAM മിസൈലുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും ശക്തമായി നേരിടാം, പ്രതിരോധിക്കാം എന്ന് തന്നെയാണ് ഇന്ത്യൻ കരസേനയുടെ കണക്കുകൂട്ടൽ.